ഇത് അർജുൻ്റെ വീട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വീടിൻ്റെ ഓരോ കോണിലും അവൻ്റെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു. അനിയത്തിക്ക് പ്രിയപ്പെട്ട ചേട്ടനായി, അമ്മയ്ക്ക് സ്നേഹനിധിയായ മകനായി, അച്ഛന് തണലായി അവനിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഹൃദയമിടിപ്പ് ഇവിടെയൊന്നും കേൾക്കാനില്ല. അർജുൻ ഉറങ്ങുകയാണ്. അവനെ ഇപ്പോൾ ശല്യം ചെയ്യാൻ ആരുമില്ല. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നടന്ന ആ കൗമാരക്കാരന് ഈ വിധി സമ്മാനിച്ചതാര്? സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ, അധ്യാപകരുടെ കുത്തുവാക്കുകൾ സഹിക്കാനാകാതെ തൻ്റെ എല്ലാ സ്വപ്നങ്ങളും ബാക്കി വച്ച് അർജുൻ ആത്മഹത്യ ചെയ്തത് എന്തിനു വേണ്ടി? വർക്കല ന്യൂസ് അന്വേഷിക്കുന്നു. സെൻട്രൽ സ്കൂളിലാണ് LKG മുതൽ 10th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് 11th MGM കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസം എല്ലാം സയൻസ് ഓപ്ഷൻ എടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ MGMലെത്തുന്നത്. MGMൽ ചെന്ന് മോനെ അന്ന് 8.5 മാർക്കുണ്ട്. പക്ഷേ MGMൽ ചെന്നിട്ട് ഞങ്ങൾ സയൻസ് ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് സാറും പൂജ ടീച്ചറും അത് തന്നിട്ടില്ല. ഞങ്ങളടുത്ത് പറഞ്ഞത് മോനെ കൊമേഴ്സ് എടുത്താൽ മതി, അതെടുത്താൽ മതിയെന്ന് അവർ തന്നെയാണ്. നമ്മൾ എത്ര അങ്ങോട്ട് അന്ന് പറഞ്ഞിട്ട് അവർ ആ സയൻസ് തന്നിട്ടില്ല. എന്നിട്ട് കൊമേഴ്സ് മതിയെന്നും പറഞ്ഞ് അവർ തന്നെയാണ് പറഞ്ഞ് ഞങ്ങൾ അവസാനം അത് സമ്മതിച്ചു. മോന് സമ്മതിച്ച് കാരണം കൊമേഴ്സ് ബാച്ച് എടുക്കുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ കുട്ടി അന്ന് വരെ ഈ സ്കൂളിൽ യാതൊരു പ്രശ്നവും അവനെ ചൊല്ലി ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സിനെല്ലാം കാര്യമായിരുന്നു. എല്ലാ കൂട്ടുകാരടുത്തും അവൻ നല്ല രീതിയിലാണ് നമ്മൾ എല്ലാവരുടെ പെരുമാറുന്നത്. പക്ഷേ അവിടെ ചെന്നത് മുതൽ ഓരോ ദിവസവും കംപ്ലൈൻറ്റുകളാണ് ടീച്ചർ പറയുന്നത്. ക്ലാസ് ടീച്ചറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കംപ്ലയിൻസാണ് അവരെന്നും പറയുന്നത്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ മറ്റേ ഒരു സ്കൂളിൽ നിന്ന് വന്ന് ആ രീതിയിലുള്ള ഡിസിപ്ലിൻ അല്ല ഇവിടെ, ഈ സ്കൂളിൽ വേറെ ഒരു രീതിയാണ് എന്നൊക്കെയുള്ള രീതിക്ക് കൊച്ചിനെ ക്ലാസ്സിൽ എണീച്ച് നിർത്തി മറ്റുള്ള കുട്ടികളെ മുമ്പ് അവരെന്നും മോശമായിട്ട് സംസാരിക്കുമായിരുന്നു. ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തുമായിരുന്നു. ഒരു IP ടീച്ചർ മിക്കപ്പോഴും ചെറിയ നിസ്സാര കാര്യത്തിന് വരെ മോനെ പുറത്തിറക്കി നിർത്തുമായിരുന്നു. പക്ഷെ അവ അതിലൊന്നും അങ്ങനെ വലിയ ടെൻഷൻ വേറെ ഒന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പരാതി പറയും. പുതിയ സ്കൂളല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ സൈഡ് ഇട്ടപ്പോൾ ഒരു ദിവസം ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ടീച്ചർ മോൻ്റെ പേരിലുള്ള കംപ്ലയിൻ്റ് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നു അവൻ ഇവിടെ പഠിക്കാൻ ഇവനെ യോഗ്യതയല്ല, അവനെ ഇവിടുന്ന് TC കൊടുത്ത് കൊണ്ടുപോകണം. ആദ്യത്തെ എക്സാമിന് എക്കണോമിക്സിന് ഒക്കെ 78% മാർക്ക് അവനുണ്ട്. പക്ഷേ എന്നാലും ആ കുട്ടി പഠിക്കത്തില്ല എന്നുള്ള രീതിക്കാണ് ആ ടീച്ചറിൻ്റെ പെരുമാറ്റം. അവരെപ്പോഴും അവനെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു ടീച്ചറിനെ എന്തെങ്കിലും മോൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ടീച്ചർ പറഞ്ഞു ഇല്ല, അവനെ കൊണ്ട് ഞങ്ങൾക്ക് വേറെ ശല്യമൊന്നുമില്ല. പക്ഷേ ഈ ലോ വേസ്റ്റ് പാൻസ് ഇടുന്നു, മുടി വെട്ടുന്നത് ശരിയില്ല എന്നുള്ള രീതിക്ക് ടീച്ചർ എപ്പോഴും ആ ഒരു ഇതാണ് അവർ കുറ്റം കണ്ടുപിടിച്ചത്. അല്ലാതെ അവൻ വലിയ കുട്ടികളോട് മിണ്ടുന്നു. അതൊക്കെ ഒരു കുട്ടിയുടെ നല്ല ക്വാളിറ്റി എന്നല്ല അവർ പറയുന്നത്. അതൊക്കെ വലിയ കുട്ടിയോട് മിണ്ടുന്നത് തന്നെ അവിടെ അതൊരു 12th അവൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരോടാണ് അവൻ മിണ്ടുന്നത്. അതൊക്കെ അവർക്കൊരു വലിയ കുറ്റമായിട്ടാണ് അവർ പറയുന്നത്. അതുപോലെ അവൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയി എന്തെങ്കിലും നമ്മൾ ലഞ്ച് കൊടുത്തു വിട്ടാൽ അവിടെ ചെന്ന് വാങ്ങിച്ചാൽ അവിടെ ടീച്ചേഴ്സ് എല്ലാം ഒരു ബോയും ഒരു ഗേളും കൂടെ സംസാരിക്കുന്ന പോലും അവരെന്തോ ഒരു വലിയൊരു കുറ്റം കണക്കാണ്. സ്വന്തം സിസ്റ്റർ ആണെങ്കിൽ പോലും ഒരു ടീച്ചറെ വിളിച്ചെടുത്ത് ചോദിക്കും അതാരാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ടീച്ചേഴ്സാണെന്ന് ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കും. അതുപോലെ മോനെ ഞാൻ കളിക്കാൻ വിടുന്നത് എന്തിന്? പുറത്ത് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ടാണ് കളിക്കാൻ ഇങ്ങനെ വിടുന്നത് നിങ്ങൾക്കറിയാവൂ എന്നൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്തുള്ള കുട്ടികളുടെ അടുത്താണ് വിടുന്നത്. അവനെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ശല്യവുമില്ല. കളിക്കാൻ കുട്ടികളാകുമ്പോൾ ഞാൻ പുറത്ത് വിടും. പക്ഷെ അതിനൊരു കുറ്റം കണ്ടുപിടിക്കും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ജിമ്മിന് വിടുന്നെന്ന് പറഞ്ഞ് അതിനൊരു ദിവസം പൂജ ടീച്ചറെ വിളിച്ച് അന്ന് ഒരുപാട് നേരം. അപ്പം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ തന്നെ വിടുന്നതാണ്, അവന് എക്സസൈസ് ആവട്ടെ എന്ന് എഴുതി തന്നെയാണ് രാവിലെ വിടുന്നത്. അപ്പോൾ അത് ഇപ്പോഴെന്തിന് ജിമ്മിന് വിടുന്നു? അവിടെ ഏത് ടൈപ്പ് ആളുകളാണ് വരുന്നത്? ഇവർക്കെല്ലാം ആ ഒരു രീതിക്കുള്ളൊരു ചിന്താഗതി. ഈ ഇത്രയും വലിയ സ്കൂളെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ടീച്ചേഴ്സും പ്രിൻസിപ്പളുമാണ് അവിടെ എന്നുള്ളത് അപ്പോഴും മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരടുത്ത് പറയാനല്ലേ പറ്റും. എന്നിട്ട് അവർ പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ എന്തിന് വിടുന്നു? ഇങ്ങനെയുള്ള ഒരു ആൺകുട്ടിയാണ് നാളെ ലോകത്ത് അവൻ മറ്റുള്ളവരായിട്ട് എല്ലാം ഫേസ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഞങ്ങൾ ആ രീതിക്കാണ് ഞങ്ങളെ മോനെ വളർത്തുന്നത്. അവനെ നമുക്ക് നന്നായിട്ടറിയാം. അന്ന് ഞാൻ രാജീവ് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എനിക്കറിയാം, അവൻ ഇവിടെ യാതൊരു പ്രശ്നവും വീട്ടിലും ഉണ്ടാക്കുന്നതിന് ഇവിടെ നാട്ടുകാർക്ക് അവനെ കൊണ്ട് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. പക്ഷേ അയാൾ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ മോൻ എങ്ങനെയാണെന്നുള്ള ഞങ്ങളൊന്ന് തിരക്കട്ടെ,
എന്ന് മറ്റേ സ്കൂളിൽ എങ്ങനെയായിരുന്നു എന്ന് ഇവർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മറ്റേ സ്കൂളിൽ എങ്ങനെയായിരുന്നു ഇവ അവിടെ എന്ത് കുഴപ്പം ഒപ്പിച്ചിട്ടാണ് വന്നതെന്ന് തിരക്കാൻ ഞങ്ങൾ ആളിനെ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് ഞാൻ പറഞ്ഞു ഇനി ടീച്ചർ സാറൊന്ന് തിരക്കിക്കോളാൻ പറഞ്ഞു. അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തിരക്കിക്കോ. ഒരു ടീച്ചേഴ്സ് പോലും മോനെക്കുറിച്ചൊരു ചീത്ത അഭിപ്രായം പറയാറില്ല. പക്ഷേ പിന്നീടാണ് അറിയുന്നത് അവരവിടെ ആളിനെ അവരെ വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ആ ഒരു സംസാരം ഒരു PTA ഉണ്ടായിട്ടുണ്ട്. ആ വൈരാഗ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്തോ. അന്ന് ഇതുപോലെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മാർച്ച് 10 ലാസ്റ്റ് ആനുവൽ എക്സാം നടന്നത്. അന്നത്തെ ദിവസം മോൻ ഇവിടെ ലേറ്റായിട്ടാണ് വന്നത്. ഒരു 4-4:30 മണിയായി എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേ. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താ മോനെ ലേറ്റായെന്ന്. ഫസ്റ്റ് എക്സാമിന് മോനെ നല്ല മാർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സാമിന് അവൻ്റെ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ 11th ആണ് കുട്ടികൾ ഒത്തിരി കൂടെ. പിന്നെ അതുപോലെ എൻ്റെ അമ്മാമ്മ മരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു അന്നത്തെ ആ പഠിത്തം ഉഴപ്പിയെന്നുള്ളത് ഞാൻ അന്ന് രാജീവ് സാറിനെ കണ്ട് കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ മറ്റ് സ്കൂളിൽ IP ഇല്ലായിരുന്നു. ഇവിടെ വന്ന IP അവൻ അബദ്ധത്തിൽ എടുത്തതാണ്. അതുകൊണ്ട് IPക്ക് ആദ്യമേ മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു IP ഒന്ന് മാറ്റിത്തരണം, അവനെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അവർക്ക് മാറ്റിത്തരാവുന്നേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള അവിടെ മാറ്റിയെടുത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവിടെ പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു. അവർ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞ് അവരെ കൊണ്ട് മാറ്റിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മോൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അവർ പറയുന്നത് രജിസ്റ്റർ ചെയ്തു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവൻ ഒരു സബ്ജക്റ്റിന് ഫെയിലായ ഇവനെ ഈ വർഷം ഇവിടെ ഇരുത്തും എന്ന് അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ്. എന്നിട്ട് എന്നെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. മോൻ ഒരു സബ്ജക്റ്റിന് ഫെയിലായിക്കഴിഞ്ഞാൽ ഇനി TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ 11th തന്നെ എടുക്കും. ഇത് പറയുന്നത് മോൻ്റെ ക്ലാസ് ടീച്ചർ പറയുന്നുണ്ട്. ഇവൻ ഇവിടെ പഠിക്കാൻ യോഗ്യനല്ല, ഇവനെ ഇവിടെ നിന്ന് TC വാങ്ങിച്ച് കൊണ്ടുപോകണമെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഒരു IP ടീച്ചർ ഇവർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അവരൊന്നും പറയുന്നില്ല. അവൻ്റെ എന്തോ അവർ പറയുന്നത് ഇവർ എന്തൊക്കെ ഒരു വലിയ എന്തോ ഒരു കുറ്റം ചെയ്യുന്ന കണക്കാണ് അവർ. ആ ഒരു ക്രിമിനൽ രീതിയാണ് അവർ പറയുന്നത്. പക്ഷെ അവൻ്റെ അടുത്ത് അവനെക്കുറിച്ച് അവിടെ ഉള്ള കുട്ടികളെടുത്ത് തിരക്കിയാലും ആരെടുത്ത് തിരക്കിയാലും ആരും ഇതുവരെ മോനെക്കുറിച്ചൊരു അഴുക്ക് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവൻ എല്ലാവരോടെയും സൗമ്യമായിട്ട് ഇടപെടും. ആരെടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എതിർത്തൊരു വാക്ക് പോലും പറയാറില്ല. അവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും ആ രീതിയല്ല. പക്ഷേ അങ്ങനെ അവർ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാറുണ്ട്. അവർക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും എന്തോ അന്ന് മുതലേ ഒരു വൈരാഗ്യത്തോടെയാണ് കൊച്ചിൻ്റെ അടുത്ത് പെരുമാറിയത്. പിന്നെ ടീച്ചേഴ്സ് അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും മോനും പിന്നെ അങ്ങനെ വേറൊന്നും അവന് അതങ്ങ് കളയാൻ ചെയ്തു. പക്ഷേ ഈ എക്സാം ടൈമിൽ മാനുവൽ എക്സാം മാർച്ച് 10-നാണ് ലാസ്റ്റ് എക്സാം IP എക്സാം നടന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു എക്സാമിന് ഫെയിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോൻ ഇത്തവണ നന്നായിട്ട് പഠിച്ചു. അതെനിക്ക് നന്നായിട്ട് ഇവിടെ ഇരുന്ന് അവൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് അവൻ ഈ എക്സാം എഴുതുന്നത്. എൻ്റെ അടുത്ത് ഉറപ്പ് തന്നിരുന്നു, അമ്മ ഇത്തവണ ഞാൻ ഒന്നിനും ഫെയിലാവത്തില്ല, IPക്ക് ഞാൻ ഫെയിലാവത്തില്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് വാങ്ങി. അപ്പോൾ അതുമല്ല അവൻ്റെ ചേച്ചി കൊമേഴ്സിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവളെ അടുത്ത് പോയിരുന്നാണ് അവൻ. അതുകൊണ്ട് അവൾക്കും അറിയാം, അവളെ നന്നായിട്ട് പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ച് ഇത്തവണ അവൻ നല്ല ഇത്രയും മാർക്ക് വ്യത്യാസം വന്നത് അതുപോലെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്തവണ മാർക്ക് വന്നത്. പക്ഷേ IPയുടെ അന്ന് ഇവർ പറയുന്നുണ്ട് വാച്ചിൽ നോക്കി എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. 10-ാം തീയതി അന്നാണ് ലാസ്റ്റ് എക്സാം. അപ്പോൾ ലാസ്റ്റ് എക്സാമിന് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല. മോൻ വല്ലാതെ മൂടിയായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ മോനോട് ചോദിക്കുകയും ചെയ്തു, എന്തോ മോനെ വല്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, എക്സാം കഴിഞ്ഞ് കളിക്കണമെന്നുള്ള ഒറ്റ ചിന്തയാണ്. കളിക്കാനുള്ള എല്ലാ അപ്പുറത്തെ കുട്ടികളോടെ എല്ലാവരും പറഞ്ഞ് ബോളും ബാറ്റും എല്ലാം റെഡിയാക്കി ലിസ്റ്റെല്ലാം എടുത്ത് ഇവൻ അങ്ങനെ എപ്പോഴും ആ എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്ക് കളിക്കാനുള്ളൂ അമ്മ, അതുകൊണ്ട് എനിക്ക് പനി പോലും വരുത്തല്ലെന്നാണ് അന്നേ പറയുന്നത്. അത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടി അന്നൊരു ദിവസം ഇങ്ങനെ വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ എന്ത് വല്ലാതിരിക്കുന്നത്, എക്സാം കഴിഞ്ഞിട്ട് എന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നുമില്ല എന്ന് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ വൈകിട്ട് മോളടുത്ത മോൻ പറഞ്ഞത് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, എൻ്റെ വാച്ച് ഞാൻ എക്സാം എഴുതി കൊണ്ടുവന്നപ്പോൾ ടീച്ചർ വാച്ച് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ വാച്ച് വാങ്ങിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു അവിടെ തിരിച്ച് തരാമെന്ന് പറഞ്ഞ് ടീച്ചർ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ മോൻ ഇരുന്ന് എക്സാം എഴുതി. അപ്പോൾ ഈ എക്സാം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ആ എക്സാം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ക്ലാസ് ടീച്ചർ ഓരോ എക്സാം വൈസ് ടീച്ചേഴ്സ് അവിടെ വരുന്നത്. അവർ ആ സമയത്ത് അപ്പോൾ അവൻ എഴുതാൻ പോലും സാധ്യതയില്ല. അത് നോക്കി അവർ വന്ന് അപ്പോഴേ എന്നെ മോൻ്റെ ഒന്ന് വാച്ച് വാങ്ങിക്കൊണ്ട് പോവേണ്ടി. എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് ഞാൻ തിരിച്ചു തരാം, നീ എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ IP ടീച്ചറാണ്, ഒരു ബിന്ദു RV, അവരാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകണം. അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് ടീച്ചറിനെ കാത്ത് അവിടെ നിൽക്കുന്നു. ടീച്ചർ ആ സമയത്ത് മീറ്റിങ്ങിനകത്തായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ക്ലാസ് ടീച്ചറിനെ കണ്ടപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞത് ഇത് രാജീവ് സാറിൻ്റെ കയ്യിൽ പോയി.
ശ്യാം സാറ് വഴി രാജീവ് സാറിൻ്റെ കയ്യിലെത്തിയെന്ന്. അങ്ങനെ രാജീവ് സാറിനെ അന്ന് കാണാൻ മോൻ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് മോൻ പറഞ്ഞ് സാറേ വാച്ച് ടീച്ചർ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞത് നീ വാച്ച് വെച്ചെല്ലാം എഴുതി, അതുകൊണ്ട് നിനക്ക് നീ വാച്ച് വെച്ചാണ് എക്സാം എഴുതി നീ ഇത്തവണ പാസ്സാവുന്നത് എന്നും പറഞ്ഞ് ഇയാൾ അന്ന് ഒരുപാട് അവർ പറയുന്നത് അവർ ക്യാമറ ചെക്ക് ചെയ്ത് അതിൽ നോക്കി കണ്ടെന്നാണ് അവർ അന്ന് സാർ ഇങ്ങനെ പറഞ്ഞു. മോൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഈ വാച്ച് നിനക്കിത് ആര് വാങ്ങിത്തന്നു എന്നുള്ള രീതിക്കൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു നീ എന്തിനീ സ്മാർട്ട് വാച്ച് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് നീ എന്തായിരുന്നാലും ഇത്തവണ നീ ജയിക്കുമെന്ന് വിചാരിക്കണ്ട, ഇത്തവണ നിന്നെ എന്തായാലും ഈ 11th നീ ജയിക്കത്തില്ല, നിനക്ക് ഇത്തവണ DC ഒന്ന് വിടും എന്ന് മോൻ്റെ അടുത്ത് അന്ന് അയാളെ തറപ്പിച്ച് പറഞ്ഞു. അപ്പം മോൻ അവസാനം കരഞ്ഞ് കാല് പിടിച്ചെന്ന് പറഞ്ഞു. സാറ് അങ്ങനെ ആ ക്ലാസ്സിൽ നിന്ന് അവിടെ നിന്ന് തന്നെ സാറിൻ്റെ റൂമിൽ നിന്ന് തന്നെ കരഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നതായിട്ട് പല കുട്ടികളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പം ആരും അത് പറയുന്നവരുമില്ല. അന്ന് ഇങ്ങനെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പം കരഞ്ഞിട്ട് വരണമെങ്കിൽ അത്രത്തോളം ആ സാറ് ഹരാസ് ചെയ്തിട്ടാണ് കുട്ടി അത്രയും വിഷമിച്ചു. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ അറിയുന്നത് തന്നെ. ഇത് മോള് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ സംസാരിച്ച് സാറ് വളരെ മോശമായിട്ട് അണ്ണൻ്റെ അടുത്ത് സംസാരിച്ച് ഒരുപാട് കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും സാറ് വാച്ച് കൊടുത്തില്ല. ഒരു സാറ് പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് ആ സാറന്ന് ഉപയോഗിച്ചത്. ലാസ്റ്റ് ഘട്ടത്തിൽ ഇറങ്ങി വരുന്ന സമയത്തിനും അതാണ് കുട്ടി അത്രയും വിഷമിച്ചു വന്നു. അപ്പൊ എന്നിട്ട് ഈ സാറ് അവിടെ നിന്ന് എന്നിട്ട് ഈ കുട്ടി ഇനി വന്ന് വല്ലാതാണ് ഇവിടെ വീട്ടിൽ എത്തിയത്. എന്നിട്ട് മോളെൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് ഞാൻ മോളടുത്ത് പറഞ്ഞ് ഞാൻ ഒന്ന് അപ്പോഴൊന്നും ചോദിച്ചില്ല. രാത്രിയായപ്പോൾ ഞാൻ കാര്യം തിരക്കി. അപ്പോഴും മോൻ പറഞ്ഞമ്മ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സാർ ഇങ്ങനെ വിളിച്ച്. അങ്ങനെ ഞാൻ പിന്നെ വേറൊന്ന് പറഞ്ഞു ഞാൻ പിറ്റേന്ന് ക്ലാസ് ടീച്ചറിനെ വിളിക്കാം. ക്ലാസ് ടീച്ചറിനെ ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യേണ്ടത്. പക്ഷേ അന്ന് അറിഞ്ഞിട്ട് ഞാനാണ് അങ്ങോട്ട് ടീച്ചറിനെ വിളിക്കുന്നത്. ക്ലാസ് ടീച്ചറിനെ വിളിച്ചിട്ട് ടീച്ചർ ചോദിച്ചു ടീച്ചർ എന്താണ് പ്രശ്നം, അർജുൻ്റെ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് അർജുൻ്റെ പേരിലുണ്ടാകുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ടീച്ചറാണ് ഇങ്ങോട്ട്. അപ്പോഴാണ് ടീച്ചർ പറയുന്നത് ഇതുപോലൊരു വാച്ച് പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ സാറിൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്, എന്താണ് ആവുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നുള്ള രീതിക്ക് ഈ ടീച്ചർ അന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ടീച്ചർ ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മോൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരന്ന് പറയുന്നില്ല. അവർ പറയണം നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് അവൻ എങ്ങനെയാണ് ഇനി എന്തെല്ലൊക്കെയാണ് വെച്ച് എഴുതിയിട്ടുള്ളത് നോക്കട്ടെ എന്നുള്ള രീതിക്ക് ടീച്ചർ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 11-ാം തീയതി ഞാൻ ടീച്ചറിനെ വിളിക്കണം. 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി വൈകിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ച് പറയുന്നു പിറ്റേന്ന് കുട്ടിയെയും കൊണ്ട് സ്കൂളിലെത്തണം, ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ് കാര്യമെന്ന് ഒന്നും പറഞ്ഞില്ല, കുട്ടിയെയും കൊണ്ട് സ്കൂളിലെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിറ്റേന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും മോനും എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു അണ്ണനെ കൂടെ വിളിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അറിയുന്നത് മോൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു മീറ്റിംഗ്. ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു 10-12 കുട്ടികളോളം ഉണ്ട്. എല്ലാവരും ഫെയിലായ കുട്ടികളെയാണ് അന്ന് വിളിച്ചേക്കുന്നത്. എല്ലാ ഡിവിഷനിൽ നിന്നും ഫെയിലായിട്ടുള്ള കുട്ടികളെയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് അന്ന് എല്ലാ സബ്ജക്റ്റ് വൈസ് ടീച്ചേഴ്സുമാണ് വന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ സിന്ധു ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ സിന്ധു ടീച്ചറോടെ വന്നിരുന്നു. ഒരു മാത്സ് ടീച്ചറാണ്, മോനെ പഠിപ്പിക്കുന്ന ടീച്ചറല്ല. അപ്പോൾ ഇവൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിന്ധു ടീച്ചറിന് എൻ്റെ അടുത്ത് എന്തോ ഒരു വൈരാഗ്യം കണക്കാണ് പെരുമാറുന്നത്. ക്ലാസ്സിലാണെങ്കിലും അതുവഴി പോയാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒന്ന് സംസാരിക്കുന്ന കണ്ടാൽ പോലും ഇവനെ വിളിച്ച് അങ്ങ് പുറത്തിറക്കി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനത്തെ നേച്ചർ ആ ടീച്ചർ എപ്പോഴും എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് എന്ന് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്നിങ്ങനെ ഈ ടീച്ചേഴ്സ് എല്ലാം നിരന്ന് വന്നിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ആ ടീച്ചറിനാണെങ്കിൽ എന്നെ ഒട്ടും കണ്ടുകൂടാ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ എന്താവും നോക്കാം എന്നും പറഞ്ഞാണ് മോനെ സമാധാനിപ്പിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത്. മോളെടുത്ത് എല്ലാ കാര്യങ്ങളും വൈകിട്ട് പറഞ്ഞു. മോളങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു അമ്മ ഇതുപോലെ ഒരു പ്രശ്നം സ്കൂളിലുണ്ട്. അങ്ങനെ ഞാൻ മോനെ വിളിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും സിസ്റ്ററുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ അങ്ങനെ മോനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മോനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വാച്ച് അമ്മ IPയുടെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ അത് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പഠിച്ചെങ്കിലും എനിക്കൊരു പേടിയെന്ന് മറന്നു പോകുന്നു, അവർ ഫെയിലാക്കുമെന്നൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത് എന്ന് എൻ്റെ അടുത്ത് ഏറ്റു പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഇനി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഒന്ന് വഴക്ക് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പോട്ട് ഈ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കും അറിയാം, അവൻ IP അത്രയും പാടായതുകൊണ്ടാണ് ആ സാറും പേടിപ്പിച്ചുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ഏറ്റു പറഞ്ഞു.
അതുകൊണ്ട് ഞാൻ പിന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞ എന്തായാലും ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ച് നമുക്ക് അത് സോൾവ് ചെയ്യാം, ഞാൻ ടീച്ചറിനെ പിറ്റേന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോൻ്റെ അടുത്ത് പറഞ്ഞ്. അന്ന് മോൻ അങ്ങനെ പിന്നെ ടെൻഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അല്ലെങ്കിൽ മൂത്തേച്ചൻ്റെ അടുത്ത് പറയാം, നമുക്ക് സുമാസൻ്റെ അടുത്ത് സംസാരിച്ച് അതങ്ങ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വാച്ച് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ ഒരു സംസാരം കഴിഞ്ഞ് പിന്നെ മോൻ ഹാപ്പിയാണ്. പിന്നെ അവൻ നോർമലായിട്ട് അവൻ കളിക്കുന്നുണ്ട്. പിറ്റേന്ന് കളിക്കാൻ പോയി 11-ാം തീയതി. എന്നിട്ട് ഞങ്ങളൊരു ഫംഗ്ഷന് പോയി. അത് കഴിഞ്ഞ് 12-ാം തീയതി അന്ന് അവൻ്റെ കൂട്ടുകാരൻ ആരോമൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അമ്മ നല്ല ഡ്രസ്സ് നോക്കി എനിക്ക് സെലക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോഷൂട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരെല്ലാവരും 2-3 പേരും കൂടെ ചേർന്നാണ്. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് അന്ന് വെക്കേഷനായിട്ട് ആരോമൻ്റെ വീട്ടിൽ പോയി. അന്നത്തെ ദിവസം അവിടെ ചെന്ന് ഞാനാണ് എൻ്റെ മോന് നല്ല ഉടുപ്പ് നോക്കി സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതൊക്കെ ഇട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തുനിന്ന് അവർ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അന്ന് ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇന്ദ്രപ്രസ്ഥയിൽ പോയി അന്ന് ബിരിയാണിയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ് 3 മണിയായപ്പോഴാണ് ഇവിടെ വന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഈ ഫോട്ടോസെല്ലാം എന്നെ കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് കൊള്ളാമല്ലേ, അത്ര പോരല്ലേ അമ്മ, കുറച്ചുകൂടെ നന്നാക്കണമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ അവൻ ഹാപ്പിയാണ്. അവന് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. 12-ാം തീയതി അവൻ അന്ന് ഇവിടെ വന്ന് പാട്ട് കേൾക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഇവിടെ വന്ന് അവൻ നോർമലായിട്ട് തന്നെയാണ് ഞങ്ങളായിട്ടും പെരുമാറിയത്. എൻ്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല സന്തോഷമായിട്ടിരുന്നു. 13-ാം തീയതി അന്ന് വൈകുന്നേരം കോള് വന്നപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് പിറ്റേന്ന് കുട്ടിയും കൊണ്ട് സ്കൂളിൽ ചെല്ലണം. അപ്പോഴേ തൊട്ടേ മോനൊരു ടെൻഷൻ തുടങ്ങി. അപ്പോഴേ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംസാരിച്ച് റെഡിയാക്കാം, നമുക്ക് അവിടെ സുകുമാർ സാറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടോ മൂത്തച്ഛനെ കൊണ്ടോ പറഞ്ഞ് നമുക്ക് ശരിയാക്കാം എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ടെൻഷൻ അങ്ങ് ഒത്തിരി ഒന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ചേട്ടൻ്റെ മോൻ ആഷിഖ് രാവിലെ ഇവിടെ വീട്ടിൽ വരുന്നു. അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അർജുൻ എന്തോ മെസ്സേജ് കൂട്ടുകാരൻ അയച്ചെന്ന് പറയുന്നത്, അവനെ ഒന്ന് സൂക്ഷിക്കണം, ഒരുപാട് വഴക്കെന്ന് പറയില്ല, വാച്ചിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ ഇഷ്യൂ അവൻ അറിഞ്ഞ് അവനായിട്ട് പിന്നെ അത് ചോദിച്ചില്ല. അങ്ങനെ പറഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്ത് എന്തോ അവൻ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, ചിലപ്പോൾ ഇനി അവരിനി തോപ്പിച്ച് കളയുന്ന പേടി അവനുണ്ട് എന്നുള്ള രീതിക്ക് അതുകൊണ്ട് അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥലം വിട്ട് പോകുമോ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ഒരു സംസാരം വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് കുഴപ്പം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും അന്ന് 14-ാം തീയതി രാവിലെയാണ് ആഷിഖ് ഇവിടെ വന്നത് പറയുന്നത്. അന്നത്തെ ദിവസമാണ് മീറ്റിംഗ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മോൻ്റെ അടുത്ത് ആ ഒരു ഇതിലാണ് നിന്നത്. മോനെ കെയർ ചെയ്താണ് ഞങ്ങളും ഇവിടെ നിന്ന് മോനെയും കൊണ്ട് 2:30-ക്ക് PTA മീറ്റിംഗ് ഉണ്ട്. എൻ്റെ അനിയത്തിയും ഒരു അണ്ണനെ കൂടെ വിളിച്ചത് കാര്യം മോൻ്റെ ഇങ്ങനെ ഒരു വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കൂടെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ PTA മീറ്റിങ്ങിന് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ മീറ്റിങ്ങിന് എല്ലാവരും വേറുള്ള കുട്ടികൾ ഒരു 12ഓളം കുട്ടികളൊന്നും ഉണ്ടായിരുന്നു. എല്ലാ ഡിവിഷനിൽ നിന്നുള്ള കുട്ടികളാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ആദ്യം ഞങ്ങൾ കരുതി നമ്മൾ മാത്രമേ വിളിച്ചിട്ടുള്ളതെന്നാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കുറേ പാരൻസ് കുട്ടികളും ഇരിക്കുന്നത്. എല്ലാ ഡിവിഷനിലും ഉള്ളവരുണ്ട്. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഫെയിലായ കുട്ടികളെയാണ് അന്ന് വിളിച്ചേക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് മോൻ ഫെയിലായി, അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും അവിടെ രാജീവ് സാറ്, ഷീബ ടീച്ചർ, സിന്ധു ആർവി, മോൻ്റെ IP ടീച്ചർ, ക്ലാസ് ടീച്ചർ സിന്ധു, അതുപോലെ മാത്സ് ടീച്ചർ സിന്ധു വി, അതുപോലെ റോയ് സാർ, ഇവരെല്ലാവരും വന്ന് നിരന്ന്, അത് പൂജ മാം വന്നു. അപ്പോൾ ഇവരെല്ലാം വന്നപ്പോഴേക്കും മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ സിന്ധു ടീച്ചറാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല. സിന്ധു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാത്സ് ടീച്ചറാണ്, ഇവരെ പഠിപ്പിക്കുന്നതല്ല. ഫ്രീ ടൈമിന് പോലും ഇവർ ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ മോനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിള്ളേരെടുത്ത് സംസാരിക്കുക എന്തെങ്കിലും ചെയ്താൽ പോലും ഇവർ വിളിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് എത്രയും മണിക്കൂർ നിർത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ആ ടീച്ചറിനെ എന്നെ ഒട്ടും കണ്ടുകൂടാ എന്നിവൻ പറഞ്ഞു. ഇവരെല്ലാം വന്നിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോൻ ഇതിന് പേടിക്കുന്നതിന്, എന്തായാലും നമ്മൾ വന്നില്ലേ, എന്താവും നോക്കട്ടെ, അത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ സമാധാനിപ്പിച്ചാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 11th ഫെയിലായ ഞാനിവിടെ പഠിക്കത്തില്ല, എന്നെ അപ്പോൾ TC വാങ്ങിച്ച് കൊണ്ടുപോകണം എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ള നോക്കാം. അപ്പോൾ രാജീവ് സാർ വന്ന് ഓരോ കുട്ടികളെടുത്ത് പറയുകയാണ്, കുട്ടികൾ അത് 2-3 സബ്ജക്റ്റിൽ ഫെയിലായ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളടുത്തും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഇനി അടുത്ത ഉദ്ദേശം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെ അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ റീടെസ്റ്റ് എഴുതാം. അപ്പോൾ സാർ ചോദിക്കുന്നത് നിങ്ങൾ റീടെസ്റ്റ് എഴുതാൻ തയ്യാറാണ് എന്ന് ആ കുട്ടികളുടെ. പക്ഷേ മോൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് ഒന്നും ചോദിക്കുന്നു. ഓരോ കുട്ടികളെ ഓരോ ബെഞ്ചിൽ നിന്ന് ഓരോ കുട്ടികളെ എണീപ്പിച്ച് നിർത്തി അവരുടെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പ് വെച്ച് ആ കുട്ടികളെ ആക്ഷേപിച്ചാണ് അവർ സംസാരിക്കുന്നത്.
എന്നിട്ട് ആ കുട്ടികളുടെ അടുത്ത് എന്നിട്ട് എങ്ങനെ അപ്പോൾ ആ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ റീടെസ്റ്റ് ഇടാന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് അവരുടെ കൈപ്പടയിൽ എഴുതി വാങ്ങിക്കുകയാണ്. ഞങ്ങൾ ഈ എക്സാമിന് ഫെയിലായ ഞങ്ങൾ ഇവിടുന്ന് TC വാങ്ങിച്ച് പൊയ്ക്കോളാം, അല്ലെങ്കിൽ 11th ഇരിക്കാം എന്നുള്ള ഓരോ കുട്ടികളുടെ പാരൻറ്റിനെ കൊണ്ട് എഴുതി ഒപ്പിടിയിച്ച് ഓരോരുത്തരെ കൊണ്ട് വാങ്ങിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചു സാർ അർജുൻ്റെ കാര്യം എന്തുവാണ് എന്ന് പറഞ്ഞു. അർജുൻ്റെ പേര് മാത്രം വിളിച്ചില്ല, ഇത്രയും പേര് വിളിച്ചിട്ട് അവസാനമായിട്ട് അർജുനെ വിളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അർജുൻ്റെ കാര്യം പിന്നീട് എന്ന് ഈ രാജീവ് സാർ പറഞ്ഞു. അപ്പോൾ കാണാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാജീവ് സാർ പുറത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അർജുനെ വിളിക്കുന്നു. അങ്ങനെ മോൻ എണീറ്റ് പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പുറത്തുനിന്ന് പോയി. അപ്പം പറഞ്ഞ് അർജുന ഡയറക്ടർ റൂമിലോട്ടും മാനേജർ സാർ സുകുമാര സാറിൻ്റെ റൂമിലോട്ട് വിളിക്കുന്നു. അങ്ങനെ ഞാനും മോനും സിസ്റ്ററും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പൂജ ടീച്ചറും രാജീവ് സാറും സുകുമാര സാറിൻ്റെ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങ് അകത്തോട്ട് കയറാൻ നേരത്ത് സിസ്റ്ററിൻ്റെ അടുത്ത് പൂജ ടീച്ചർ പറഞ്ഞ് മാഡം പോകണ്ട, ഇവിടെ ഇരിക്കാൻ പറയും, ഇവർ രണ്ടുപേരും മാത്രം അകത്ത് കയറി വരും. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെയാണ് അകത്ത് കയറി സാറിൻ്റെ അടുത്ത് പോയി. സാറ് ചെന്ന് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. മോൻ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ സാറ് കാര്യം ചോദിച്ചു, എന്താ കാര്യം എന്ന് നമ്മളടുത്ത് ചോദിച്ചു. അപ്പം ഇടയ്ക്ക് സാറിന് കോള് വരുന്നുണ്ട്. അപ്പം ഈ മോൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു തെറ്റുള്ളതുകൊണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയാൻ വേണ്ടി ഞാനങ്ങ് കരഞ്ഞു. അപ്പോഴേ സാറ് പറഞ്ഞ് എന്ത് കാര്യം എന്താണ് പിന്നെ മോൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഞാൻ കരയുന്നതുകൊണ്ട് പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാറ് മോൻ്റെ അടുത്ത് ചോദിക്കണം എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പം മോൻ പറഞ്ഞു വാച്ചിൻ്റെ പ്രശ്നം ഇല്ല, വാച്ചിൻ്റെ പ്രശ്നമെന്ന് മോൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇയാൾ വെച്ച് ഏത് വാച്ച്, അതെന്ത് കൈ കെട്ടുന്ന വാച്ചാണ്, അതിനെന്തൊരു പ്രശ്നം എന്നുള്ള രീതിക്ക് സാറ് ചോദിക്കും. അപ്പം മോൻ പറഞ്ഞ് വാച്ചിൽ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് IPക്ക് ഇങ്ങനെ വാച്ച് പിടിച്ച് എന്നുള്ള പറഞ്ഞു. അപ്പം സാർ അങ്ങോട്ട് പറയാണ്, വാച്ച് നീ അപ്പം എക്സാം എഴുതാനായിട്ട് നിൻ്റെ വീട്ടുകാർ തന്നുവിട്ട വാച്ചാണ് എന്നുള്ള രീതിക്ക് അത് വാച്ച് എവിടെ നിന്ന് കിട്ടി, അത് അച്ഛൻ ആര് കൊടുത്ത്, അല്ലെങ്കിൽ അച്ഛൻ എന്തിന് ഇത് അറിഞ്ഞിട്ടാണ് കോപ്പി അടിക്കാൻ വേണ്ടി തന്നതാണ് എന്നൊക്കെ ചോദിക്കുക. അപ്പം അവസാനം ഞാൻ പറയുന്നത് സാർ അങ്ങനെയല്ല, ഞങ്ങൾ മോനും മോക്കും ഓരോ വാച്ച് ഇതുപോലെ വാങ്ങിയതാണ്, അവരിങ്ങനെ സ്കൂളിൽ കെട്ടിക്കൊണ്ട് വരാറില്ല, ഇതിപ്പോൾ എക്സാം ആയതുകൊണ്ടായിരിക്കും കെട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്, അത് നമ്മളറിയാം, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അപ്പം മോനും പറഞ്ഞു സാർ അങ്ങനെ ഞാൻ പേടിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞ IP അവന് പാടാണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളത്, ഇതുവരെ അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല എന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി മേലിൽ ഇത് ആവർത്തിക്കത്തില്ല, എന്ത് വേണമെങ്കിലും ഞങ്ങൾ അതിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യും എന്ന് പറയുന്നു. ഞാനും അങ്ങോട്ട് പറഞ്ഞു. അപ്പം മോൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്താ തീരുമാനിച്ച്? അപ്പം മോൻ പറയുന്നുണ്ട് സാർ ഞാൻ റീടെസ്റ്റ് എഴുതാൻ തയ്യാറാണ്. അങ്ങനെ അപ്പോഴത്തേക്കും പൂജ ടീച്ചറും രാജീവ് സാറും കൂടെ കയറി വരും. നേരത്തെ എല്ലാ വിഷയത്തിനും ഫെയിൽ ആയിരുന്നല്ലോ, അത് പിന്നീടാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞത് നീ IPക്ക് മാത്രമേ, അപ്പൊ മോൻ IPയുടെ കാര്യം പറയുമ്പോൾ അയാൾ ചോദിക്കുന്നത് IPക്ക് മാത്രമേ നിനക്ക് പ്രശ്നമുള്ളൂ എന്ന് ചോദിക്കുന്നത്. അപ്പം മോൻ പറഞ്ഞ IP ആണ്. അപ്പം ഞാനും പറഞ്ഞ IP ആണ് പാട്. അപ്പം അല്ല നീ എല്ലാ വിഷയത്തിനും നീ എല്ലാത്തിനും ഫെയിലായെന്നാണല്ലേ പറയുന്നത്, എല്ലാ വിഷയത്തിനും നീ ഫെയിലല്ലേ, നീ ഇതൊക്കെ എല്ലാം നീ ഇതുപോലെ വാച്ച് കൊണ്ടുവച്ച് എഴുതിയല്ലേ ഇത്തവണ നീ പാസ്സായത് എന്നുള്ള ചോദിക്കുന്നത്. അപ്പം മോൻ പറഞ്ഞില്ല, ഞാൻ അന്തം വിട്ടാണ് മോനും പറഞ്ഞു. ഞാനും അപ്പോൾ ആകെ ഞങ്ങൾക്കതൊന്നും മനസ്സിലാവുന്നില്ല എന്തുമാണ് പറയുന്നത്. അപ്പം മോനും പറയുന്നില്ല സാർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു ഇല്ല, നീ എല്ലാ വിഷയത്തിനും നീ തോറ്റിട്ടുണ്ട്, ഇത്തവണ നീ പാസ്സായത് വാച്ച് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞില്ല ഞാൻ എല്ലാ വിഷയത്തിനും തോറ്റിട്ടില്ല, കഴിഞ്ഞ തവണ ഞാൻ 2 സബ്ജക്റ്റിന് മാത്രമേ ഫെയിൽ ആയുള്ളൂ എന്ന് സുകുമാര സാറിൻ്റെ അടുത്ത് മോ അങ്ങോട്ട് പറയാം. അപ്പോൾ സുകുമാര സാർ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, നീ എല്ലാത്തിനും ഫെയിൽ ആയതാണല്ലോ ഞാൻ അറിഞ്ഞത്. അപ്പം എന്നിട്ട് സുകുമാര സാർ എന്നെ പറയാണ് നീ പോയി രാജീവ് സാറിനെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു. അങ്ങനെ മോൻ പോയി രാജീവ് സാറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രാജീവ് സാറിൻ്റെ അടുത്ത് സുകുമാര സാർ ചോദിക്കുന്നുണ്ട് അർജുൻ എത്ര വിഷയത്തിന് ഫെയിലായി, അപ്പം നേരത്തെ പരീക്ഷയ്ക്ക് എത്ര വിഷയത്തിന് ഫെയിലായെന്ന് ചോദിക്കുമ്പോൾ രാജീവ് സാർ പറയുന്നു. അപ്പോൾ രാജീവ് സാർ ആദ്യം എല്ലാ വിഷയത്തിനും ഫെയിലായെന്നാണ് പറഞ്ഞത്. അപ്പം മോൻ പറഞ്ഞില്ല ഞാൻ 2 വിഷയത്തിന് ഫെയിലായിട്ടുള്ളൂ. അപ്പം രാജീവ് സാർ പിന്നെ പൂജയും പറയുന്നുണ്ട് എല്ലാ വിഷയത്തിനാണ് മോൻ ഫെയിലായത്, എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായെന്നാണ്. അപ്പം മോൻ പറഞ്ഞില്ല ആദ്യത്തെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്കുണ്ട്, രണ്ടാമത്തെ ഇപ്പം ലാസ്റ്റ് അല്ല 78% മാർക്കുണ്ട്. അങ്ങനെ എന്നിട്ട് ഈ ഇടയ്ക്കുള്ള ഒരു പരീക്ഷയ്ക്കാണ് എനിക്ക് മാർക്ക് പോയത്, 2 സബ്ജക്റ്റിനാണ്. അങ്ങനെ രാജീവ് സാറ് ചെക്ക് ചെയ്തിട്ട് രാജീവ് സാർ അവസാനം സമ്മതിക്കുന്നുണ്ട് അക്കൗണ്ടൻസിക്കും IPക്കുമാണ് മാർക്ക് ഫെയിലായത് എന്ന് രാജീവ് സാറും സുകുമാര സാറിൻ്റെ മുമ്പ് വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് രാജീവ് സാറിൻ്റെ അടുത്ത് സുകുമാര സാർ പറയുന്നുണ്ട് അവൻ ഇപ്പം റീടെസ്റ്റ് എഴുതാമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ രാജീവ് സാർ പിന്നെ വന്ന് വാച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച്, അപ്പോൾ പൂജയും രാജീവ് സാറും കൂടെ വന്നിട്ട് വാച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. വാച്ച് ഇത് ആര് വാങ്ങിച്ചു തന്നു, അങ്ങനെ അവർ നമ്മൾ അവിടെ ഇരുത്തി ഇവരെല്ലാവരും കൂടെ പരിഹസിക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്, അച്ഛൻ പറഞ്ഞിട്ടാണ് എഴുതിയത് എന്നുള്ള രീതിക്ക് മാക്സിമം നമ്മൾ അവിടെ വെച്ച് ഇവരെല്ലാവരും കൂടെ കളിയാക്കുന്ന രീതിക്ക് പറഞ്ഞ് ചിരിച്ച് അവരെല്ലാവരും കൂടെ കളിയാക്കി. പൂജ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ഇവിടുത്തെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ വലിയ പാടാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും അവൻ കേൾക്കത്തില്ല. അവന് ലോ വേസ്റ്റ് പാൻസ് ഇടല്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യത്തില്ല, അവന് മുടി വെട്ടുന്ന കാര്യത്തിൽ പ്രശ്നമാണ് എന്നൊക്കെ പൂജ സുമാർ സാറിൻ്റെ അടുത്തോട്ട് പറയാം. എന്നിട്ട് പറഞ്ഞവൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഇങ്ങനെ മുടി വെട്ടുന്നതിൻ്റെ എത്ര രൂപയാവും ഈ സുമാർ സാർ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പൂജ പിന്നെ പറയാം, അവന് ഒന്നും ഇവിടുത്തെ രീതികളുമായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്ക് പറയുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞ് വണ്ടി ഓടിക്കും എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ സുമാർ സാർ ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇടയ്ക്ക് മോൻ കൊണ്ടുപോകും എന്ന് ചിലപ്പോൾ അത്യാവശ്യം ഇവിടെ പഴയൻ്റെ വരെ പോകത്തുള്ളൂ, എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ഞാനും കൂടി ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ സുമാർ സാർ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴും രാജീവ് സാർ പിന്നെ എടുത്തിടെയാണ്, ഇത് നീ എങ്ങനെ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത്, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടൈപ്പ് ചെയ്ത്, ആരെ സഹായത്തോട് ചെയ്ത് എന്നുള്ള പിന്നെ അപ്പം മോൻ പറയണ സാറ് ഞാൻ ഇങ്ങനെ ചെറിയ കീബോർഡ് വെച്ചാണ് ചെയ്തത്, ഇതെല്ലാം മോൻ സത്യസന്ധമായിട്ട് പറയുന്നത്. എന്നിട്ട് അവസാനം മോൻ പറയുന്നുണ്ട്, സാർ ഞാൻ റീടെസ്റ്റ് എഴുതാൻ തയ്യാറാണ് സാർ. അപ്പം ഇയാൾ ഇവർ പറയുന്നത് ക്യാമറയിൽ നോക്കിയപ്പോൾ ഇവ ഇരുന്ന് കോപ്പി ചെയ്യുന്നത് കണ്ടു എന്നാണ് ആദ്യം. അപ്പം ആദ്യം മോൻ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം പൂജ പറയണം, വാച്ച് വെച്ച് എഴുതുന്നത് ഞങ്ങൾ കണ്ട്, നീ അതിലിങ്ങനെ മാറ്റി എഴുതുന്ന കണ്ടെന്ന് പൂജ മോൻ്റെ അടുത്ത് എൻ്റെ അടുത്തും പറയുന്നു. അപ്പോഴും മോൻ പറയുന്നത് ഇല്ല ഞാൻ മൊത്തം എഴുതിയിട്ടില്ല. അവസാനം ഇവർ പറഞ്ഞങ്ങ് സ്ഥാപിക്കണം എല്ലാ എക്സാമിനും എഴുതി. എന്നിട്ട് അവസാനം മോൻ പറഞ്ഞ് ഞാൻ IPയുടെ ഇതിനാണ് ഇതിലോട്ട് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അത് എഴുതാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂറോളം അതിനകത്ത് സുമാർ സാർ പഴയ കാര്യം, സുമാർ സാറ് 10th ഫെയിലായി, 12th ഫെയിലായി, BComന് പേപ്പർ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പഠിച്ച് ഈ ലെവലിലെത്തിയെന്നൊക്കെ ഈ സുമാർ സാർ നമ്മളടുത്ത് സംസാരിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങളടുത്ത് അവിടെ ആയിരുന്നു, കുറേ ഉപദേശങ്ങളൊക്കെ തന്നു. അപ്പോഴൊക്കെ പിന്നെ രാജീവ് സാറും പൂജ ടീച്ചറും അങ്ങ് പോയി. അങ്ങനെ ഈ കുറേ നേരം അതിനകത്തിരുന്ന് സംസാരിച്ചും അപ്പോഴും പിന്നെ ഞങ്ങളെ ടെൻഷനൊക്കെ അപ്പോഴങ്ങ് മാറി. അപ്പോൾ ഈ സാറിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, സാർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഇടയ്ക്ക് കൊണ്ടുവരാം, സാറ് നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ സാർ ശരി അവനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എണീറ്റ് പോകാൻ നേരത്തെ മോൻ ചിരിച്ചാണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇറങ്ങാൻ നേരത്തെ മോൻ പറഞ്ഞ് താങ്ക്സ് പറഞ്ഞിട്ട് ക്ലാസ് ടീച്ചർ ഇടയ്ക്ക് വന്നിട്ട് പോയി. ഒരുപാട് പേര് വന്നു. ക്ലാസ് ടീച്ചർ വരുന്നുണ്ട്, പിന്നെ ഒരാൾ കല്യാണം പറഞ്ഞ് വരുന്നുണ്ട്. കല്യാണം പറഞ്ഞ് വരുന്ന അവരടുത്ത് കല്യാണത്തിനെ കുറിച്ച് എല്ലാം തിരക്കുന്ന അപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറെ എന്തോ കാര്യത്തിന് സ്കൂളിലെ കാര്യത്തിന് പൂജ ഇടയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു മണിക്കൂറോളം ഞങ്ങൾ അതിനകത്തിരുന്നു. എന്നിട്ട് അവസാനം അപ്പം ഞാൻ സുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാർ എന്താണ് മോൻ്റെ കാര്യത്തിൽ തീരുമാനം? അപ്പോഴത്തേക്കും സാറ് പറയണം, എൻ്റെ കയ്യിലല്ല തീരുമാനം, ഇവിടെ എനിക്കല്ല അതിനുള്ള റോള്, എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല, ഇതെല്ലാം തീരുമാനിക്കുന്ന പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും കൂടെയാണ്, നിങ്ങൾ അവരെ കണ്ടാൽ മതി, അവർ പറയും എന്താണ് തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇത് സാറിൻ്റെ എടുത്തപ്പോൾ മോൻ താങ്ക്സ് പറഞ്ഞു. അപ്പോൾ സാറ് അടുത്ത് വിളിച്ച് കയ്യിലടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യത്തില്ല. അപ്പം മോൻ പറഞ്ഞില്ല. അപ്പം ഈ സുമാർ സാർ തന്നെ രാജീവ് സാറിന് മുമ്പ് വെച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പാവം കുട്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴും രാജീവ് സാർ പറയണം അത്ര പാവമൊന്നുമല്ല എന്നാണ് രാജീവ് സാർ അപ്പോഴും പറയുന്നത്. പൂജയെ അതുപോലെ പറയും. സുമാർ സാർ ചോദിക്കണം, നീ എഴുതി കഴിഞ്ഞാൽ നീ ജയിക്കൂ? അപ്പം മോൻ പറഞ്ഞ് ജയിക്കും എന്ന് മോൻ തന്നെ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ അവിടെ പുറത്ത് വന്നപ്പോൾ വരാന്തയുടെ അവിടെ തന്നെ പാരൻസ് എല്ലാം, അപ്പോൾ ഒരുവിധം പാരൻസ് എല്ലാം പോയി കഴിഞ്ഞു. ആകെ 1-2 പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരടുത്ത് സംസാരിച്ചു, നമ്മളെ കണ്ടിട്ടും രാജീവ് സാറ് മൈൻഡ് ചെയ്യാതെ അവരടുത്ത് ആദ്യം സംസാരിച്ചില്ല. പിന്നീട് വേണം നമ്മളടുത്ത് വന്ന് പിന്നെ വാച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. അവ എങ്ങനെ എഴുതി, എന്തിനിങ്ങനെ ചെയ്ത് എന്നുള്ള രീതിക്ക് പിന്നെ സംസാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെയും എല്ലാ പാരൻസും പോകുന്നവരെ ഞങ്ങളടുത്ത് ഇങ്ങനെ ഓരോരോ ടീച്ചേഴ്സ് വന്നു. റോയ് സാറ് മോനെ പഠിപ്പിക്കുന്നതല്ല, ആ സാർ ഫിസിക്സ് സാറാണ്. ആ സമയത്ത് അവിടെ റോയ് സാറ് സിന്ധു ടീച്ചർ, അവർ മാത്സ് ആണ്, അവർ മോനെ പഠിപ്പിക്കുന്നതല്ല. ഈ രാജീവ് സാറും മോനെ പഠിപ്പിക്കുന്നവരല്ല. പക്ഷേ അവിടെ പ്രിൻസിപ്പളോ ക്ലാസ് ടീച്ചറോ ആരുമില്ല, ഇവർ 3 പേരുണ്ടായിരുന്നു.
ഇവർ മൂന്നും കൂടെ പിന്നെ വളഞ്ഞു നിന്നുള്ള സംസാരമാണ്. ഞങ്ങളങ്ങ് അവിടെ നിർത്തി ഒരു ക്രിമിനലിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിക്കാണ് മോൻ്റെ അടുത്ത് സംസാരിച്ചത്. ഈ സിന്ധു ടീച്ചർ രാജീവ് സാറിൻ്റെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങിച്ചിട്ട് സിന്ധു ടീച്ചർ ഭയങ്കര രൂക്ഷമായിട്ടാണ് ഒരു പോലീസ് ഒരു കുറ്റവാളിയെ നോക്കുക ആ ഒരു രീതിക്കാണ് ടീച്ചർ ഈ വാച്ച് വെച്ചിട്ട് നീ എന്തോന്ന് ചെയ്ത് നീ വിചാരിച്ച ഇതൊന്നും ആരും അറിയില്ല എന്നുള്ള രീതിക്ക് ടീച്ചർ മോനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട സംസാരിക്കുന്നത്. എന്നിട്ട് ടീച്ചർ പറയാൻ ഇത് നീ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാമോ, ഇത് സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ നീ അകത്താവുന്ന കേസാണ്, അതിന് അകത്ത് കിടക്കും, അതിനുള്ള വകുപ്പ് ഇതിലുണ്ട് എന്ന് ഈ ടീച്ചർ പറയാണ്. എന്നിട്ട് അവർക്ക് മതിയാവുന്നില്ല. ഇവർ പിന്നും മോൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. നീ ഇതെങ്ങനെ ടൈപ്പ് ചെയ്ത്, നീ വിചാരിച്ച ഇതൊന്നും ആരും അറിയില്ലെന്ന്, നീ ഇത് കൊണ്ടുവന്നതൊക്കെ ഞങ്ങൾ അപ്പോഴെപ്പോഴും അറിയുന്നു, നിൻ്റെ കൂട്ടുകാർ തന്നെയാണ് നമ്മളിതൊക്കെ അറിയിക്കുന്നത്, നീ എന്തോന്ന് കരുതി എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് റോയ് സാർ ചോദിക്കുകയാണ് ഇതെന്തിന് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്, നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് റോയ് സാർ ചോദിച്ചു. അത് കഴിഞ്ഞ് രാജീവ് സാർ പറയണേ ഇത് CBSE കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം നിൻ്റെ 3 വർഷം ഡീബാറിയാൻ ഇത് മാത്രം മതി, ഇത് ഈ ഒരു തെളിവ് മതി. ഞാൻ ഇന്ന് ഇത് CBSEക്ക് അയക്കും ഈ വാച്ച്. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം എന്നിട്ട് പറയണം നീ ഇവിടെ നിന്ന് TC അത് നമ്മൾ പറയുന്നൊന്നും സാറ് കേൾക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പറയണം സാർ റീടെസ്റ്റ് ഇടാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇയാൾ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ ടീച്ചേഴ്സ് ആരും ഞാൻ ആ കുട്ടിയുടെ അമ്മയാണെന്നുള്ള രീതിക്കൊന്നും അത് കേൾക്കുന്ന പോലും ഞങ്ങൾക്കൊരു വില പോലും തരാത്ത രീതിക്കാണ് അവർ നിൽക്കുക. അവർ മോൻ്റെ അടുത്ത് മാത്രമാണ് സംസാരിക്കുക. മോൻ്റെ അടുത്ത് പറയണേ ഇത് നിനക്ക് നീ ഇവിടെ നിന്ന് TC വാങ്ങിച്ചോളാം, അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം രാജീവ് സാർ മോൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. അപ്പോഴൊക്കെ മോൻ പിന്നെ പറയണേ സാർ ഞാൻ റീടെസ്റ്റ് എഴുതാം, സാർ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക സാർ ഞാൻ റീടെസ്റ്റ് എഴുതാം. അപ്പോൾ ഇയാൾ പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റ് നീ മൊത്തം വെച്ച് എഴുതിയാണ്. എപ്പോഴും മോൻ പറഞ്ഞില്ല ഞാൻ അതൊക്കെ പഠിച്ചെഴുതി. അപ്പം ഞാനും പറഞ്ഞു ഇത്തവണ എല്ലാം പഠിച്ചെഴുതിയാണ്, ഇതിന് ഒരു പേടി കൊണ്ട് മാത്രമാണ് സാർ ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾ അതൊന്നും സമ്മതിക്കുന്നില്ല. അയാൾ പിന്നെ പറയണം അപ്പോൾ ഇതെല്ലാം വെച്ച് എഴുതി. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിന് ഡൗട്ടുള്ള സബ്ജക്റ്റ് എന്നാൽ ഞങ്ങൾ അതും എഴുതാം എന്ന് പറയാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു 12th സാറ് പ്രത്യേകം ഇരുത്തി എക്സാം എഴുതിച്ചു, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം മോനെ ഇരുത്തിയാൽ മതി. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്തോന്ന് പറയുന്നത്. എന്നിട്ടും ആ സാർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് മോൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ 3 വർഷം ഞാൻ ഡീവ് അറിയും, നീ എന്തായാലും ഇനി 11th ഇവിടെ പഠിക്കാൻ ആലോചിക്കട്ടെ, ഇത് ഞാൻ ഇന്ന് CBSEക്ക് വാച്ചായി അവിടെ നിന്ന് എന്താണെന്നുള്ള അവിടെ നിന്ന് ചെന്നിട്ട് അവർ തീരുമാനം അപ്പോഴത്തേക്കേ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ എന്തായാലും ഈ വാച്ച് ഞാൻ CBSEക്ക് അയക്കും എന്നാണ് ഈ സാറ് പറയുന്നത്. എന്നിട്ട് അയാൾ റീടെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനോ ഒന്നും പറയുന്നില്ല ഞങ്ങൾക്ക്. അവസാനം ഈ വാച്ച് വെച്ച് മോൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറയണം ഞാൻ ഇന്നത് CBSEക്ക് അയക്കുകയാണ്, നിന്നെ എന്തായിരുന്നു ഒരു 11th ഇനി ഇവിടെ ഇരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സാറ് എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. ഈ സിന്ധു ടീച്ചർ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് സാർ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ സാറിനെ പിറവെന്ന് പോയപ്പോഴും അവിടെ ചെന്നിട്ട് സാർ ആരുടെ സംസാരിച്ച് നിന്നിട്ട് ഞങ്ങൾ വരും. എന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ എന്നിട്ട് ഞാൻ സാറിൻ്റെ പേഴ്സണൽ എന്നിട്ടെന്ന് പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്, അവൻ മാനസികമായിട്ട് തന്നെ ഒരു വിഷമത്തിലാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പം ആ ഒരു ഇതിലാണ്, അതുകൊണ്ട് സാർ ഇനിയും അവനെ വിഷമിപ്പിക്കരുത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ഒരു കടിക്കുക എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ നിന്നെങ്കിലും നാട് വിട്ടു പോയി എന്തെങ്കിലും നമുക്കൊരു പേടിയുണ്ട്. അപ്പോഴാണ് അയാൾ പറയുന്നത് അപ്പോൾ എന്തോന്നാ ചെയ്യട്ടെ എനിക്കത് അറിയേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർ എന്തിനു പഠിക്കുന്നത് അവനൊക്കെ പോയി ചത്തുവിടും എന്നാണ് ആ സാറ് നമ്മളടുത്ത് ചോദിക്കുന്നത്. എന്നിട്ട് ഇയാളങ്ങ് നടന്നു പോവുകയാണ്. അപ്പം ഇത് പറഞ്ഞ് കേട്ടത് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി സംസാരിക്കണ്ട, ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അങ്ങ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ നമുക്ക് പോവാം. എന്നിട്ട് ഞാനും പിന്നെ അങ്ങ് മടിച്ചു. എന്നിട്ട് നമ്മളെ കാണാൻ എന്നിട്ട് ഇയാൾ ഓടിപ്പോവുകയാണ് വാച്ചും കൊണ്ട്. അതൊരു സാറിന് ചേർന്ന രീതിക്കല്ല അയാൾ അന്ന് പെരുമാറിയത്, ഒരു വൈരാഗ്യത്തോടുകൂടിയാണ്. അയാൾ ഇത്രയും വൈരാഗ്യം വരേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഇയാളങ്ങ് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ മനസ്സ് മടിച്ച് പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോനെ നമുക്ക് അച്ഛനെല്ലാം മുത്തച്ഛനെല്ലാം പറഞ്ഞ് നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യും. ഇനി എനിക്കും പിന്നെ അങ്ങ് മടിച്ചു. നമ്മൾ ഇത്രയും കാല് പിടിച്ച് പറഞ്ഞിട്ട് ഒരു കേൾക്കാത്ത അത്രയും മിനിറ്റ് നമ്മൾ 1 മണിക്കൂറോളം സുകുമാരസാറിന്റെ റൂമിൽ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞ് ഒരു 10-25 മിനിറ്റാണ് ഇവര് നിന്ന് സംസാരിച്ചത്. ഇതെല്ലാം ഇവർ പറയുന്ന പ്രൂഫുണ്ട്. പക്ഷെ ഇപ്പം ഈ കേസ് വന്നപ്പോൾ ഇവർ പറയുന്നത് അവരന്ന് പറഞ്ഞ് എഴുതിയത് എല്ലാം വെച്ച് എഴുതിയെന്നുള്ളതിന് അവർക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അവർ പറയുന്നത് 8-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെയുള്ള വീഡിയോസ് അവിടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് അടിച്ചു പോകും, എന്തോ ഇടിവെട്ടിപ്പോയി എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഇടിവെട്ടി പോണേ 14-ാം തീയതി വീഡിയോസ് മാത്രം എങ്ങനെ വരുന്നത്? 7-ാം തീയതി വീഡിയോ ഉണ്ട്, 8-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെ ഉള്ളത് പോയതാണ്. അപ്പോൾ അതിൽ തന്നെ കള്ളത്തരമുണ്ട്. അപ്പോൾ കൊച്ചു വെച്ച് എഴുതി അത് നോക്കി എഴുതിയെന്നുള്ളതിൽ അതിൽ തന്നെ പ്രൂഫുണ്ട്, അതെടുത്ത് നോക്കുമ്പോൾ അറിയും. അതുകൊണ്ടാണ് അവർ അത് മറച്ചു വെക്കുന്നത്.
അതുപോലെ വരാന്തെന്ന് സംസാരിക്കുന്നതിൽ ഇപ്പോൾ ഒന്ന് അവരെ വോയിസ് ഇല്ലെന്നാണ് പറയുന്നത്. പോലീസ് പറയുന്നത് ഞങ്ങളെടുത്ത്. അപ്പോൾ അത് എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് കൂടാനും നടത്തി അവർ ഇതെല്ലാം മാറ്റിയിരിക്കും. ഞങ്ങൾ പിറകുന്ന സാറിന് പോകുന്ന ആ വീഡിയോസ് വരെ അവർ കട്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അതൊന്നും അതിൽ കാണുന്നില്ലെന്നാണ്. സ്കൂളിൽ പരീക്ഷ എഴുതുന്ന വീഡിയോ ചെക്ക് ചെയ്തത് അങ്ങനത്തെ സംഭവം ഇല്ലെന്നാണ് ഇപ്പൊ അങ്ങനെ നമ്മൾ പരീക്ഷ കോപ്പി അടിക്കുന്ന ഒരു സംഭവം വാച്ച് വെച്ച് കോപ്പി അടിക്കുന്ന ഒരു രംഗം പോലും ഇല്ലെന്നാണ് വെളിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. എല്ലാരും പറയുന്നത് അങ്ങനെ ഒരു ഇല്ലെന്നാണ്. അതിന് മുന്നേ അത് എല്ലാവർക്കും നാട്ടിൽ ചെക്ക് ചെയ്യാമല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ സുകുമാർ സാറിന്റെ റൂമിൽ വെച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് വീഡിയോ വോയിസ് റെക്കോർഡ് വരെ ഉണ്ട്. ആ വോയിസ് റെക്കോർഡ് രാജീവ് പറയുന്നുണ്ട്. പിന്നീട് നീ ആ വോയിസ് റെക്കോർഡിൽ പോലും പറയുന്നുണ്ട്, നീ പിന്നീട് കോപ്പി അടിച്ച് നീ സ്മാർട്ട് വാച്ച് വെച്ചാണ് എഴുതിയത്, നിനക്കിവിടെ ഈ ഇങ്ങനെ വെച്ച് എഴുതുന്ന കുട്ടിക്ക് നീ ഇവിടെ പിന്നീട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കും എന്നൊരു വാക്ക് അവിടെ രാജീവ് വോയിസ് റെക്കോർഡിലും പറയുന്നുണ്ട്. വോയിസ് റെക്കോർഡിലുള്ള സുകുമാർ സാറിന്റെ ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ച് പറയുന്നുണ്ട്. പൂജയുണ്ട്, രാജീവും പൂജയും കൂടെ പറയുന്നുണ്ട്. കേസ് കൊടുക്കുകയാണ് എന്ന് അവിടെ വെച്ച് രാജീവ് പിന്നെ സുകുമാർ സാറിന്റെ മുമ്പ് വെച്ച് രാജീവും പൂജയും പറയുന്നു. ഇവർ രണ്ടുപേരും പറയുന്നു. ഒരു കുട്ടി കോപ്പി അടിച്ചാൽ വന്നാൽ ഇപ്പൊ അതിന് ഇത്രയും വലിയ ശിക്ഷ 1 മണിക്കൂറോളം രാജീവ് ഒരു മണിക്കൂറോളം സുകുമാർ സാറിന്റെ റൂമില് ഏകദേശം ഒരു 29 മിനിറ്റോളം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് സൈഡ് പിന്നെ വീഡിയോ വോയിസ് ഇല്ലാത്ത സ്ഥലത്ത് ഇവർ നിൽക്കുന്ന സംസാരിക്കുന്ന സൂം ചെയ്യുന്ന എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. 2 ഇവർ ഈ പിന്നെ കോപ്പി അടിച്ചു എന്ന് പൂജ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മോൻ വാച്ച് വെച്ച് സ്മാർട്ട് വാച്ച് വെച്ച് എഴുതി ആണ് ജയിച്ചതെന്ന് പറയുന്നുണ്ട്. അത് ദിവ്യ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നോക്കുന്നവർ അല്ലേ, അവൾ ദിവ്യ കണ്ടാണ് ഇത് ചോദിക്കുന്നതെന്നാണ്. ദിവ്യ കണ്ടാണ്. അപ്പം ദിവ്യ ഇത് മൊത്തം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് മൊത്തം വാച്ച് വെച്ച് എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ മൊത്തം അവരിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മോൻ വാച്ച് വെച്ച് എഴുതുന്ന ഒരു ദൃശ്യമില്ല, ഫുൾ വീഡിയോ ഉണ്ട്. അതായത് സ്റ്റാർട്ടിങ് 8 പരീക്ഷ തുടങ്ങുന്നതിൻ്റെ മുതൽ പരീക്ഷ അവസാനിക്കുന്നത് വരെ മോൻ്റെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോൻ വാച്ച് വെച്ച് എഴുതുന്ന രംഗമില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും ഇപ്പം ആൾറെഡി തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സുകുമാർ സാറിൻ്റെ റൂമിൽ വെച്ച് എഴുതിയ എല്ലാ വോയിസ് ക്യാമറ വരെ അവരിലുണ്ട്, വോയിസ് റെക്കോർഡ് വരെ അവരിലുണ്ട്, ഉദ്യോഗസ്ഥന്മാരിലുണ്ട്. 2 വോയിസ് റെക്കോർഡ് കട്ട് ചെയ്ത വീഡിയോ അവരിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടി പരീക്ഷ എഴുതിയ കോപ്പികൾ പിന്നീട് ആ ഒരു ദൃശ്യങ്ങൾ മൊത്തം ഈ ക്ലാസ് റൂമിലുള്ള എല്ലാ വീഡിയോയും ഇവരിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതിലൊന്നും ആ വീഡിയോയിലൊന്നും മോൻ പരീക്ഷ കോപ്പി അടിക്കുന്ന വാച്ച് വെച്ച് ഇങ്ങനെ നോക്കി എഴുതുന്ന രംഗങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തന്നാലും മതി, നമുക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. ഇങ്ങനെ സംഭവം വരുന്ന വഴിക്ക് മോനെ സമാധാനിപ്പിച്ചാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. മോനെ വിഷമിക്കണ്ട, ഒന്നിന് ഫെയിൽ. അപ്പം ഇവർ പറയുന്നുണ്ട് അവിടെ. എന്നിട്ട് ഞാൻ അവരുടെ അന്ന് മീറ്റിംഗ് ചെന്നപ്പോൾ അവർ ചോദിക്കുന്നത് എത്ര സബ്ജക്റ്റിനാണ് മോൻ ഫെയിലായത്. അപ്പം പറയണേ ഇത്തവണ ഒന്നിനും ഫെയിലായിട്ടില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഫെയിലായിട്ടില്ല. ഈ IPക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കെന്ന് പൂജ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ ഇത്രയും ഈ കുട്ടിയായിട്ട് ഹരാസ് ചെയ്യുന്നത്. ചെയ്യാത്ത കുറ്റത്തിലാണ് എൻ്റെ മോനെ ഇത്രയും പഴി. അതാണ് കൊച്ചിന് ഇത്രയും താങ്ങാൻ പറ്റുക. എന്നിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറയണം, മോൻ എല്ലാത്തിനും പാസ്സായില്ലേ, മോൻ വിഷമിക്കണം, നമുക്ക് എന്തായിരുന്നാലും അച്ഛനെ കൊണ്ട് പറഞ്ഞ് നമുക്ക് റെഡിയാണ്. മൂത്തേച്ചനുണ്ട്, അച്ഛനുണ്ട്, ഇവരടുത്തൊക്കെ പറഞ്ഞ് നമുക്കിത് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചാണ് കൊച്ചിനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും അവൻ്റെ മനസ്സിൽ ഈ ഒരു ആഘാതം, ഇത്രയും ഒരു കുട്ടിയെ ഇത്രയും നേരം ഇത്രയും നമ്മളെ മുമ്പ് വെച്ച് എന്നെ കൂടെ കരയിക്കുന്നത് എൻ്റെ മോൻ കാണുകയും ചെയ്തു. അതായിരിക്കും അവന് താങ്ങാൻ പറ്റായിരുന്നിട്ടുള്ളൂ. അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ ഈ പഴി കേട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവർ അതാണ് എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടാൻ കാര്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഈ രാജീവ് സാറാ, സിന്ധു ടീച്ചർ, അല്ലെങ്കിൽ റോയ് സാറേ, ഇവർ ആരെങ്കിലും ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അറിയാം, സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ ഒരിക്കലും എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് വരെ. അവൻ അങ്ങനത്തെ ഒരു നേച്ചർ അല്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ കുറിച്ച് നമുക്ക് ഇവിടെ ആരടുത്ത് വേണമെങ്കിലും തിരക്കി നോക്കാം. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും നല്ല പെരുമാറ്റം. അവ ഇങ്ങനെയൊക്കെ ഉള്ളവർ എതിർത്ത് സംസാരിക്കുന്നതാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യരുതെന്ന് വേറൊരു കുട്ടിയുടെ ഒരു സംഭവം വന്നപ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് ഒരു ഉപദേശം കൊടുത്ത കൊച്ചാണ്. എന്നിട്ട് അവന് അവസാനം ഈ രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ സ്കൂളിൽ ഈ സ്കൂളുകാർ മാത്രമാണ്. ഇവരുടെ ഒറ്റ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല. 10th എക്സാമിന് പോലും റിസൾട്ട് അറിയുമ്പോൾ അവന് ടെൻഷൻ ഇല്ലാത്തൊരു കൊച്ചാണ്. അങ്ങനത്തെ ഒരു കുട്ടിയെ ഈ മാനസികാവസ്ഥയെ കൊണ്ടുവന്ന് എത്തിച്ചു. നമ്മളുടെ എല്ലാ പ്രതീക്ഷയും എൻ്റെ മോനായിരുന്നു. അവൻ എല്ലാത്തിനും നമുക്ക് നാളെ ഒരു താങ്ങായിട്ട് നമ്മളെ മോൻ ഉണ്ടെന്നാണ് നമ്മൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ മോനെ വളർത്തിയത്. ഒരു അമ്മ എന്തെല്ലാം പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്.
അവരെ കയ്യിലെടുത്ത് വളർത്തിയത് അവസാനം എൻ്റെ മോൻ്റെ ശവശരീരമാണ് എൻ്റെ കയ്യിൽ അവസാനം കിട്ടുന്നത്. ആ ഒരു ഗതികേട് എനിക്കുണ്ടായി. അതുപോലെ ഒരമ്മയ്ക്ക് ഇനി ഉണ്ടാകും. അത് മാത്രമേ എനിക്കുള്ളൂ. ഇനി ആർക്കും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടാകും. അവൻ്റെ നിരപരാധിത്വങ്ങളെ എനിക്ക് തെളിയിക്കണം. ഞാൻ ഈ മോൻ്റെ കാര്യത്തിനായിട്ട് വർക്കല സിക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, ACPക്ക് കൊടുത്തിട്ടുണ്ട്, IG കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയ്ക്കും എനിക്ക് അതിലൊരു നിയമ നടപടിയിൽ ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല. മോൻ്റെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ മെയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്. എന്നിട്ടൊന്നും ഇതുവരെയ്ക്കും ആ കേസിൽ ഒന്നും നീതി ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വലിയ പൈസക്കാരും കാര്യങ്ങളും ആയിരിക്കും. എങ്കിലും എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ വളരെ എൻ്റെ എന്തൊക്കെ സ്വത്തുകളുണ്ട് അതൊക്കെ വിറ്റ് പിറക്കുകയാണെങ്കിലും ഞാൻ ആ കേസിൻ്റെ ബാക്കിൽ നിന്ന് ഇനിയൊരു കൊച്ചിനും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ഞാൻ നോക്കും. അതിലൊന്നും ഞാൻ ഒരു ഇതും ചെയ്യത്തില്ല. എൻ്റെ മോന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ ഞാൻ കേസിന് ഞാൻ പോകും. അതിൻ്റെ ഒരു നീതി കൊണ്ടുവരണം. മോൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബോധ്യപ്പെടുത്തണം. കോപ്പി അടിക്കുന്ന രംഗങ്ങൾ ബോധ്യപ്പെടുത്തണം. പിന്നെ മോൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. മോനെ ഇത്രയും പീഡിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഈ 2-3 കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് മോനെ ഇത്രയും ദേഷ്യം വരാൻ കാര്യം, മോൻ്റെ അടുത്ത് ഇത്രയും പിടിപ്പിക്കാൻ കാര്യം. കോപ്പി അടിച്ചെന്നുള്ള ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതെല്ലാം എനിക്ക് കാണിച്ചു തന്നാൽ മതി. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കാണിച്ചു തരണം. എന്നിട്ട് മനഃപൂർവ്വമാണ് എൻ്റെ മോനെ ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ രാജീവും ബാക്കിയുള്ള അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റും കൂടെ കാണിച്ചത് ഒരു കാരണവശാലും ഇനിയൊരു കുട്ടിക്ക് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. വേറൊരു മറ്റുള്ള സ്കൂളുകളിലും കൂടെ തിരക്കി നോക്കണം. അവിടെ ഇതുപോലെയാണ് ഒരു പാരൻസിൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ അടുത്ത് അവർ പെരുമാറുന്നത്. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് മറ്റുള്ള സ്കൂളിലും കൂടെ തിരക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഒരു കോപ്പി അടിക്കുന്നതിന് ശിക്ഷ ഉണ്ടല്ലോ. ഇത്രയും മണിക്കൂർ പേരൻസിന് മുമ്പ് വെച്ച് ഇത്രയും മണിക്കൂർ ഹറാസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇത്രയും വലിയൊരു സീരിയസ് കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എൻ്റെ ഒരു അണ്ണനെ ഞാൻ പറഞ്ഞു വിട്ടത് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ സ്കൂളിൽ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിയുന്ന പോലും ഞാൻ ഇപ്പോഴാണ്. ഇത്രയും വലിയ സീരിയസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ സീരിയസ് കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ഒരു വാച്ച് പിടിച്ചു എന്നുള്ള കാര്യം കൊണ്ടാണ് എൻ്റെ അണ്ണനെ ഇവരെയും കൂടെ ഞാൻ പറഞ്ഞു വിടുന്നത്. വാസ്തവത്തിൽ ഇതൊന്നും ഇത്രയും സീരിയസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനത് പോയാലാ. ഒരിക്കലും അർജുൻ മരണപ്പെട്ടിട്ട് ഇന്ന് ഏതാണ്ട് 51 ദിവസം പൂർത്തിയാകുന്നു. പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് പൗരസമിതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരസമിതി കമ്മിറ്റി കൂടുകയും കമ്മിറ്റി എടുത്ത കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ട് പോലീസിൻ്റെ വീഴ്ചകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും ഈ സ്കൂളിൻ്റെ ഒരു ഇടപെടൽ ശക്തമായ രീതിയിൽ, അതായത് വളരെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും ആൾ സ്വാധീനം വെച്ചാൽ അവരെക്കുള്ള സമ്പത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറച്ചധികം ഗുണ്ട സമൂഹങ്ങൾ, സ്കൂളിലെ തന്നെ സ്റ്റാഫുകൾ, ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോസ്റ്ററും ഫ്ലക്സ് ബോർഡുകൾ വർക്കല അയിരൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി പോസ്റ്ററുകൾ പതിക്കുകയുണ്ടായി. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ ഈ പോസ്റ്ററുകളെല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അന്വേഷിച്ചതെന്ന് നിന്ന് മനസ്സിലാക്കുന്നത്. ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ, അവിടുത്തെ സെക്യൂരിറ്റികൾ, അതുമായി ബന്ധപ്പെട്ട് ഈ രാജീവ് സാറ് പിന്നെ തീറ്റിപ്പോറ്റുന്ന പൂർവ്വ വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന കുറച്ചധികം വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ഇവരാണ് നശിപ്പിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി തെളിവടക്കം അയിരൂർ SIക്ക് ആദ്യം പരാതി കൊടുത്തു. അപ്പോൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരാളെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാത്രി നടക്കുന്ന സംഭവമായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് അയിരൂർ SIയുടെ ഭാഗത്തു നിന്നുണ്ടായത്.
അതിൻ്റെ ഭാഗമായി രണ്ടാമത് ഞങ്ങൾ വീണ്ടും പോസ്റ്റർ വയ്ക്കുക, നിങ്ങൾ രണ്ടാമത് പോസ്റ്ററും ബോർഡുകളും വെച്ചോളൂ, ബാക്കി എന്ത് വന്നാലും ഞങ്ങൾ അന്വേഷിച്ച് മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പ്രദേശത്താകമാനം കല്ലമ്പലം പിന്നെ ആറ്റിങ്ങൽ ഭാഗം വരെ ഈ പാരിപ്പള്ളി ഈ ഇടവ ഈ ഭാഗം വരെ മൊത്തം ഞങ്ങൾ വ്യാപകമായിട്ട് ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും ഒട്ടിക്കുകയുണ്ടായി. എന്നാൽ പിറ്റേന്ന് സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഒട്ടിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഇത് വീണ്ടും നശിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ തെളിവായിട്ട് നശിപ്പിച്ച് പകരം ഒട്ടിച്ച പോസ്റ്ററുകളിൽ ഒട്ടിച്ച ഈ അധ്യാപകൻ്റെയും അതിലുള്ള 1-2 വിദ്യാർത്ഥികളുടെ ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോയും അതുപോലെ തന്നെ പിന്നീട് MGM സ്കൂളിലെ CC ക്യാമറ പരിശോധിക്കുമ്പോൾ അവിടെ ഈ ഞങ്ങൾ ഒട്ടിക്കുന്നതിൻ്റെയും ഈ വലിച്ചിളക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ അതിലുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ATMൻ്റെ CC ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ദൃശ്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാം. ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ ആദ്യം വെച്ച് നമ്മൾ കൊടുത്ത പരാതിയുടെ കോപ്പിയും രണ്ടാമത് പരാതി എഴുതി ഈ തെളിവ് ഇന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പ്രതികൾ ഏതാണ് എന്ന് വ്യക്തമായി അറിയാൻ പറ്റും എന്നെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെന്ന് സ്കൂളിൻ്റെ സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റിയുടെ മെയിൻ ആളായിട്ടെന്ന് പറഞ്ഞു അത് രാജീവ് സാറ് തീറ്റിപ്പോറ്റുന്ന 10-20ഓളം ചെറുപ്പക്കാർ അയാളുടെ കൂടെ ഫുൾ ടൈം അയാളുടെ വീട്ടിൽ തന്നെയുണ്ട്. അവരായിരിക്കും ഇതെല്ലാം വലിച്ചു കീറുന്നത്. എന്തായാലും ഞങ്ങൾ CC ക്യാമറ ദൃശ്യങ്ങൾ പോലീസിനെ ഏൽപ്പിക്കാം. അങ്ങനെ ഞങ്ങളടുത്ത് പിറ്റേന്ന് വീണ്ടും ചെല്ലണമെന്ന് SI പറഞ്ഞു. ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുന്നു. അപ്പോൾ SI പറഞ്ഞത് അവർ വന്നിട്ടില്ല, CCTVയുടെ ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നത് CCTV ദൃശ്യത്തിൽ നിങ്ങൾ ഒട്ടിക്കുന്നതിൻ്റെയോ അവർ വലിച്ചു കീറുന്നതിൻ്റെയോ ദൃശ്യങ്ങളില്ല എന്ന്. അപ്പോൾ ഒരു ഉപയോഗമില്ലാതെ എന്തായാലും സ്കൂളിന് മുന്നിൽ CC ക്യാമറ സ്ഥാപിക്കുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് നല്ലൊരു എമൗണ്ട് വർക്കല പോലീസിന് കൊടുത്തിട്ട് തന്നെയാണ് ഈ അന്വേഷണം ഇത്തരത്തിൽ വഴിതെറ്റിച്ചു വിടുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ATM ദൃശ്യം SI ആവശ്യപ്പെട്ടാൽ കിട്ടാവുന്നതേ വർക്കല CIക്ക് അടക്കം ഞങ്ങൾ പരാതി കൊടുത്താണ്. CI പറഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അവർ പോലീസിന് കിട്ടും, ഈ കുറ്റക്കാർക്കെതിരെ കാര്യക്ഷമമായ നടപടിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇവർ ഇറക്കുന്ന സമ്പത്ത് എത്ര രൂപയോളം അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് വഴിതെറ്റിക്കുവാൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടി എത്ര രൂപയോളം ഇവർ ചിലവാക്കിയിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെടും. പോലീസുകാർ കൈപ്പറ്റിയത് ഇവർ പുറത്തു പറയും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രചരണം ഈ മരിച്ച് ദിവസങ്ങൾ നീളുന്നു, അന്വേഷണം എങ്ങും എത്തുന്നില്ല, രാജീവ് സാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയും തെളിവുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വീണ്ടും ഞങ്ങൾ പോസ്റ്റർ ദിവസം 100 ഒരു മാസം പിന്നിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഫ്ലക്സ് ബോർഡ് വെച്ചു. അപ്പോൾ ഈ സുമാര സാറിൻ്റെ മരുമകൻ തന്നെ നേരിട്ട് അയാളുടെ കാറിൽ വരുന്നു. കാറിൽ വന്നിട്ട് ഈ ഒട്ടിക്കുന്ന ആൾക്കാരുടെ എല്ലാം വീഡിയോ ഉൾപ്പെടെ എടുക്കുന്നു. പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടോ അതെല്ലാം പോയി പിന്നെ ഇദ്ദേഹം പോയി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാറിൻ്റെ പുറകെ നോട്ട് ഈ കാറിൻ്റെയും ഇതെല്ലാം വീഡിയോ എടുത്ത് അന്വേഷിക്കുമ്പോൾ ഈ കാറെന്ന് പറയുന്നത് പിന്നെ MGM സ്കൂളിൻ്റെ MD സുമാരൻ സാറിൻ്റെ മകൾ പൂജ ടീച്ചറുടെ പേരിലുള്ളതാണ്. അവരുടെ ഭർത്താവാണ് സജിത്ത് വിജയരാഘവൻ എന്ന് പറയുന്നത്. ഇയാൾ പിന്നെ നേരത്തെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗമാണ്. അവിടെ അഴിമതി നടത്തിയതിന് പുറത്താക്കിയ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു സംഘം ആൾക്കാരുമുണ്ട്. അന്ന് തന്നെ അവരെ വീട്ടിന് മുമ്പ് തന്നെ ഒത്തിരി വണ്ടികൾ വന്ന് സംഘടിക്കുന്നൊരു സ്ഥിതി. പിന്നെ മരക്കടവക്കിൽ വന്ന് പേരെടുത്ത് ഇന്നയാളുണ്ടോ അയാളെ പിന്നെ കൊല്ലു അത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് തന്നെ 1-2 ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ വരിക. അപ്പോൾ ഇത് മനഃപൂർവ്വം അപ്പോൾ ഈ പൗരസമിതിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ സാമ്പത്തികമായി ഉപയോഗിച്ച് സ്വാധീനിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി ഈ പ്രതികരണ ശേഷി ഇല്ലാതാക്കിക്കൊണ്ട് അർജുൻ്റെ മരണം ക്ലോസ് ചെയ്ത് പുതിയ അഡ്മിഷന് നല്ല പിന്നെ വിദ്യാർത്ഥികളെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥികൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണം വിദ്യാർത്ഥികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയെങ്കിലും ഈ അന്വേഷണം അവസാനിപ്പിച്ച് മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനോ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ പുതിയ അഡ്മിഷൻ വർദ്ധിപ്പിച്ച് അധ്യയന വർഷം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. നമ്മളവിടെ ഒരു 10-25 കൊല്ലം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ അച്ഛൻ അമ്പിളി കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ അറിയാം, അവരെ നമുക്കറിയാം. പക്ഷേ അതിന് ആ കല്യാണത്തിന് പോലും ഞങ്ങൾ പങ്കെടുത്തിരുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത്. അതിൽ ജനിച്ചൊരു കുട്ടിയാണ്, അത് നമ്മളെ മുമ്പ് വളർന്നു വന്നൊരു കുട്ടിയാണ്. അതിനിങ്ങനെ ധാരാളം സംഭവം ഉണ്ടായപ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ആരും അതിനെതിരെ ഒന്ന് പ്രതികരിച്ചിറങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ടവരാരും ആ കുട്ടിക്ക് വേണ്ടി ഇറങ്ങുന്നില്ല. ഇതിനൊരു പ്രതിഷേധം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് സമീപിച്ചിരിക്കുന്നത്. ഒരു ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ. വെച്ചാൽ 16 വയസ്സായ ഒരു കുട്ടിയാണ്. ഇതേ കണക്കൊരു നല്ലൊരു കുട്ടിയില്ല. കാര്യം വെച്ചാൽ ഞങ്ങൾ റോഡിൽ തന്നെ ഇറങ്ങി വന്നാൽ നമ്മളെ അടുത്ത് വന്ന് നിന്ന് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ പോലും വളരെ ധൈര്യമായി ചിരിച്ചു കൊണ്ടുള്ള ഒരു മുഖത്തോട് സംസാരിച്ചുകൊണ്ട് കുട്ടിയാണ്. പല കുട്ടികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കുരുത്തക്കടാവട്ടെ ഒന്നുമില്ലായിരുന്നു, നല്ലൊരു മോനായിരുന്നു. പക്ഷെ അത് നമുക്കും ഒരു വല്ലാത്ത തീരെ ദുഃഖമായിപ്പോയി. ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് പോലും സ്കൂളിൽ നിന്ന് അത് പണത്തിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു എവിടെയെല്ലാം പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു കുട്ടിയായിരുന്നു. ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആ കുട്ടിക്ക് അതിൽ ഈ സ്കൂളിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും ആ കുട്ടിക്ക് വേണ്ടി വന്ന് ഇറങ്ങാനുള്ളവരാരും സഹകരിക്കുന്നില്ല. അതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ ഇവിടെ രൂപീകരിച്ച് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിചാരം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാർ. ഒരു ARJUN'S സ്കൂളിലെ അർജുൻ PS എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 50ഓളം ദിവസങ്ങൾ പിന്നിടുകയാണ്. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായ BS രാജീവിൻ്റെയും മറ്റു അധ്യാപകരുടെയും ക്രൂരമായ മാനസിക പീഡനം മൂലമാണ് കുട്ടി ഈ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം പോലീസ് നടപടികൾ ശക്തമായ രീതിയിൽ ഒന്നും തന്നെ വരുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം? അതുപോലെ ബന്ധുക്കൾ അതിൻ്റെ പ്രതിഷേധവുമായിട്ട് മറ്റ് പോസ്റ്റർ മറ്റ് കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് അത് തന്നെ അവർ ആവശ്യത്തിലധികം പൈസ ഉപയോഗിച്ച് ഗുണ്ടകളെ കൊണ്ട് അതെല്ലാം കീറി ഈ കേസ് തേച്ചു മാച്ചു കളയുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഒരു മകന് നഷ്ടപ്പെട്ട വേദന അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ബന്ധുക്കൾക്കും ഉണ്ടാകും. ഒരു മകനിലുള്ള പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ചെയ്യുന്നത്. ഇത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ സ്വീകരിക്കാത്തത്? ഇതിന് ലക്ഷങ്ങൾ മാനേജ്മെൻറ്റ് എറിഞ്ഞുകൊണ്ട് ഈ കേസ് തേച്ചു മാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് നീതീകരിക്കാനാവുന്നതല്ല. ആയതിനാൽ ഈ എല്ലാ മാധ്യമങ്ങളും ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തരത്തിലൊരു കുട്ടിക്ക് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ആ കുടുംബത്തിന് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാനസിക വേദന ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചാനലുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. അർജുൻ എന്ന കുട്ടി എൻ്റെ ശേഷാരിയുടെ മകനാണ്. അവൻ ഇന്ന് മരണപ്പെട്ടിട്ട് ഇന്ന് 51 ദിവസം തികയുന്നു. ഈ 51 ദിവസത്തിനകം പല രീതിയിലുള്ള അന്വേഷണങ്ങളും നടത്താമെന്നും നടത്തി യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് വരാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് ഗവൺമെൻറ് തലത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ഒക്കെ പല വാഗ്ദാനങ്ങളും ചെയ്തു. എന്നാൽ ഈ വാഗ്ദാനങ്ങളായിട്ട് നിലനിൽക്കുകയും ഇത്രയും ദിവസമായിട്ട് യഥാർത്ഥ കുറ്റവാളികൾ എവിടെയാണെന്നോ അവരെ കണ്ടുപിടിക്കുന്നതിനോ വേണ്ടി ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആ നീതിയുക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് തേച്ച് മാച്ച് കളയാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന
ഈ MGM സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ കേസ് തേച്ച് മാച്ച് കളയേണ്ട അത്യാവശ്യം അവരുടേതാണ്. അവരാണ് യഥാർത്ഥ പ്രതികളായിട്ട് ഇതിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവർക്ക് തേച്ച് മാച്ച് കളഞ്ഞാൽ മാത്രമേ അവർക്ക് ഇനിയും സ്കൂളിൽ ഇത്തരത്തിലേക്കുള്ള ഒരു കുട്ടികളെ കിട്ടുകയും അതുപോലെ തന്നെ കുട്ടികളെ ആത്മഹത്യാ പ്രവണതയിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് അവരുടെ ജീവിതവും കുടുംബവും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് നഷ്ടങ്ങളും സംഭവിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമാണ് അവർക്ക് ലക്ഷ്യം. അപ്പോൾ ലാഭം കിട്ടുന്നതിന് വേണ്ടി അവർ ഏത് മാർഗ്ഗങ്ങളും ഉപയോഗിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം തന്നെ അറിയാൻ കഴിഞ്ഞത്. ഇത് എല്ലാവരെയും അവർ പൈസ കൊടുത്ത് വിലക്കെടുത്ത് ഈ ഉദ്യോഗസ്ഥരായാലും മാധ്യമപ്രവർത്തകരായാലും ഒക്കെ വിലക്കെടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ അത്തരം പ്രവണതകൾ ഈ സമൂഹത്തിൽ നടന്നു വന്നാൽ ഇനിയും ഇത്തരത്തിലേക്കുള്ള കുട്ടികളുടെ ആത്മഹത്യ ഇനിയും ആ സ്കൂളിലുണ്ടാവും. അതുകൊണ്ട് ഇനി വരുന്ന രക്ഷകർത്താക്കൾ, ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ വളരെ കരുതലോടുകൂടി വേണം കുട്ടികളെ ഈ MGM സ്കൂളിലേക്ക് വിടേണ്ടത്. ആ സ്കൂളിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം. ഇതിനു മുൻപുമൊക്കെ പല കുട്ടികൾക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും എതിരെ പല രക്ഷകർത്താക്കൾ പ്രതികരിച്ചുവെങ്കിലും അന്നും അതൊക്കെ ഒതുക്കി തീർക്കുകയുണ്ടായി. അതുപോലെയാണ് ഇപ്പോൾ ഈ അർജുനൻ്റെ കേസും. ഇത് ഇപ്പോൾ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു, ഇതിൻ്റെ കേസ് തേച്ച് മാച്ച് കളയാൻ വേണ്ടി. അതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ കേസ് യഥാർത്ഥ പ്രതികളുടെ അടുത്തേക്ക് എത്തുകയും അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ബന്ധു എന്നുള്ള നിലയിൽ എൻ്റെ ശേഷാരിയുടെ മകനാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കിടാവത്തുള്ള പൗരസമിതിയുടെ പ്രസിഡൻ്റാണ്. അർജുനൻ്റെ മരണം നടന്നിട്ട് 2 മാസം തികയാൻ പോകുന്നു. ഇതുവരെയായിട്ടും ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായെന്ന് നമുക്ക് തോന്നുന്നു. അർജുനൻ്റെ മരണം നടക്കാനുണ്ടായ കാരണം MGM സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പീഡനമാണ്. മാനേജ്മെൻറ്റ് ആണ് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളായ രാജീവ് സാറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഈ അർജുനൻ്റെ മരണം നടന്നു ആ സമയങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന MGM സ്കൂളിലെ കുട്ടികൾ, അതായത് അർജുനൻ്റെ കൂട്ടുകാർ, പക്ഷേ അവരൊന്നും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്കറിയില്ല. MGM സ്കൂളിൻ്റെ ശക്തമായ ഇടപെടൽ ഈ കുട്ടികളുടെ പേരിലും അവരുടെ രക്ഷകർത്താക്കളുടെ പേരിലും ഉണ്ടായതുകൊണ്ടാണ് അവരാരും ഇതിനു വേണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്തത്. പക്ഷേ പൗരസമിതി വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് MGM സ്കൂളുകാർ നമ്മൾ വെച്ച ബോർഡുകൾ തകർക്കുകയും നമുക്കെതിരെ ശക്തമായ നടപടികൾ അവരും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പോലീസിൽ നമ്മൾ കംപ്ലൈൻറ്റുകൾ കൊടുത്തു, യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഈ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ പൗരസമിതിയോടൊപ്പം നിന്ന് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ആരംഭിക്കുകയാണ്. അതിൽ നമ്മളോടൊപ്പം കൂട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോപ്പി അടിച്ചു എന്ന കുറ്റം ചുമത്തി മാതാവിൻ്റെ മുന്നിൽ വച്ച് അധ്യാപകർ അപമാനിച്ചപ്പോൾ അർജുൻ തിരഞ്ഞെടുത്തത് മരണത്തിൻ്റെ വഴിയായിരുന്നു. ആ അധ്യാപകന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളും കുറേ നാട്ടുകാരും തെരുവിലിറങ്ങി. അർജുനു വേണ്ടി സംസാരിച്ച പ്രമുഖരെല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു. ആദ്യം കൂടെ നിന്ന സഹപാഠികൾ പോലും വായടപ്പിക്കപ്പെട്ടു. അർജുന് നീതി ലഭിക്കാനായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ഇരുട്ടിൻ്റെ മറവിൽ ആരോ പൂർണ്ണമായി നശിപ്പിച്ചു. ഇപ്പോഴും കുറേ സംശയങ്ങൾ ബാക്കിയാകുന്നു. സ്കൂൾ മാനേജ്മെന്റ് ഭയക്കുന്നത് ആരെ? നീതിക്ക് വേണ്ടി സംസാരിച്ചവരുടെ വായടപ്പിച്ചതാര്? പ്രഖ്യാപിച്ച സമരപരിപാടികൾ ആരുടെ ചരടുവലിയിൽ മാറ്റിമറിക്കപ്പെട്ടു? അർജുൻ കോപ്പി അടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ എവിടെ? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നതേയുള്ളൂ.